താലിപ്പൂ ചൂടാൻ മോഹമോ കളി ചൊല്ലും കുഞ്ഞാറ്റേ കല്യാണ പെണ്ണാളിൻ കണ്ണെഴുതാൻ മഷിയും കൊണ്ടുവാ മിടുമിടുക്കി നല്ല മുല്ലപ്പൂ ചൂടി വളക്കിലുക്കി അവൾ വെളി പെണ്ണായി കുഴലൂതാനായി കാറ്റേ പോരുമോ മിന്ന മിന്നി കുഞ്ഞല്ലേ മഞ്ഞോലും മനസ്സല്ലേ താലിപ്പൂ ചൂടാൻ മോഹമോ കിഴക്കു നിന്ന് തേരിറങ്ങി തെന്നൽ നിന്നെ തേടി വന്നേ വിരൽ തൊടുമ്പോൾ വിളക്ക് പോലെ നീർമിഴിപ്പൂ വിടർന്നേ കുന്നോളം മുത്തും പൊന്നും മുടിയിൽ ചൂടി നിന്നോമൽ കണ്ണിൽ നാണമായി ഞാനുള്ളപ്പോൾ നമ്മുടെ കൊച്ചിന് ഒരു കുറവും വരത്തില്ല. പക്ഷേ നിൽക്കുന്ന നിൽപ്പിൽ ഞാനങ്ങില്ലാതായ നിനക്കും ഒന്നും അറിയാത്ത കൊച്ചിനും ആരുണ്ടടി? എന്താ അച്ചൂട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തിനാവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ? ചിന്തിക്കണമല്ലോ. ഇത്രയും നാൾ ചിന്തിക്കാത്തതൊക്കെ ഇനി ചിന്തിച്ചേ പറ്റൂ. എന്തോ അച്ചൂട്ടന്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. എന്നോട് പറ, എന്താ കാര്യം? ഒന്നുമില്ലടി. നാളെ ബാലനും രവിക്കും ഇവിടെ ഒരു ബാധ്യതയാവില്ലേ? അതോർത്തപ്പോ ഒരിക്കലുമില്ല. ബാലനും രവിക്കും കുട്ടിമണി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്തും. അതിപ്പോ ഞാൻ നാളത്തെ കാര്യമാ പറയുന്നത്. അവർക്ക് പൊന്നെ പൊടിയെന്ന് വിളിക്കാനും ഓമനിക്കാനും അവർക്ക് സ്വന്തം മക്കൾ കാണില്ലേ? സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ വലുതല്ലടി ഈ ലോകത്ത് ആർക്കും ഒരു രക്തബന്ധവും. അയ്യോ, അപ്പൊ നമ്മുടെ മോള്? നിന്റെ ഉള്ളിലെ ഈ ചോദ്യം ശാരദ എന്റെ നെഞ്ചിലെത്തിയ. അച്ചോട്ടൻ ഇങ്ങനെ സങ്കടപ്പെടാതെ. കുട്ടിമണിക്ക് ഉണ്ടാവും അച്ചോട്ട ഒരു ജീവിതം. അവക്ക് വേണ്ടിയും ആരെങ്കിലും വരും. വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെയും കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിലേക്കെന്നും പറഞ്ഞങ്ങ് പോകാം. കുട്ടിമണിക്ക് ബുദ്ധി ഉറയ്ക്കാനായി നീ നേർന്ന നേർച്ചകൾ ഒരുപാട് മിച്ചം കിടപ്പില്ലേ? ലൈറ്റ് കെടുത്തിട്ട് കിടക്കാൻ നോക്ക്. വെളുപ്പിന് എണീക്കണ്ടേ? അവിടെ നിന്ന് ആ കൊല പഴിപ്പിക്കുന്നു വേണ്ട, മാറിയില്ലേ? ഓ ശരി മെമ്പറേ. അമ്മയോട് അച്ഛനിത്തിരി വെള്ളം കുടിക്കാൻ തരാൻ പറ. ഗോപിയെ, നാട്ടുകാരെയൊക്കെ 3 മണി കടിച്ചാണ് കൊല്ലുന്നതെങ്കിൽ കുറുപ്പിന്റെ സ്നേഹം കൊണ്ട് നക്കിയാ കൊല്ലുന്നത്. അതെ അതെ, ആരോട് വേണമെങ്കിലും കുട്ടിമണി പിണങ്ങും, കുറുപ്പേട്ടനോട് ഒഴികെ. അതാ ചേച്ചി, കൊച്ചേട്ടൻ ബാലന്റെയും രവിയുടെയും കല്യാണം ഉത്സവമാക്കുക. എന്റെ കല്യാണത്തിന് തോവാളെന്ന് 3 ലോറി പൂക്കളാ കൊണ്ടുവന്നത്. എന്തിന്? മെമ്പറുടെ കല്യാണ പന്തൽ അലങ്കരിക്കാൻ. എവിടുന്ന്? അമ്പലം അലങ്കരിക്കാൻ. 2 ദിവസം കഴിഞ്ഞ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. എന്തിനാ ഇത്ര അലങ്കാരങ്ങളൊക്കെ? ഇത് ഇത്തിരി കൂടുതലല്ലേ? ഇരിക്കട്ടടി, നാളെ ഒരുപാട് ആള് വരുന്നല്ലേ. അയ്യോ, അതൊന്നും എടുത്തിട്ടോ.
നല്ലൊരു ദിവസമായിട്ട് നാളെ ഇടേണ്ട ഉടുപ്പാ. അച്ചൂട്ടൻ എന്തിനാ ഇത് ഇവളുടെ കൈ കൊടുത്തേ? പെണ്ണിപ്പ അത് മുഴുവൻ ചെളിയാക്കും. ആവട്ടടി, വേണ്ടി വന്നാൽ 2 എണ്ണം കൂടി എന്റെ മോക്ക് ഞാൻ അങ്ങെടുക്കും. അയ്യോ പതുക്കെ. എന്തു പറ്റി? ഒന്നുമല്ല, ഈ മന്ത്രകോടി കണ്ടപ്പോ. എന്താ, നിറം ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെന്താ? ഒന്നുമില്ല. അതെ, ഈ സാരിക്ക് എന്തോ വില വരും? 10,000 രൂപയായിട്ടുണ്ടാവും. എന്തേ? ഹോ, 5,000 രൂപയോ? 5,000 രൂപയ്ക്ക് ഒരു ആട്ടുംകുട്ടിയെ മേടിക്കാമല്ലോ. ആട്ടിൻകുട്ടിയുടെ പുറത്ത് കയറി കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഇതേ മന്ത്രകോടിയാ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ പോവാ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയിപ്പോ എന്തോ പറയാനാ? ഇന്ന് ഒരു രാത്രി ഇരുട്ടി വെളുത്താ പിന്നെ ഇവൾ അവിടെ ഇല്ലയോ? പിന്നെ ഇഷ്ടം പോലെ വർത്താനം പറയാമല്ലോ. ആ പിന്നെ നിങ്ങൾ സന്ധ്യയ്ക്കുമ്പോ പോവാൻ നോക്ക്. ഒന്നാമത് സ്കൂട്ടറേല, പോരാത്തതിന് ടിപ്പർ വരുന്ന വഴി. അല്ല, ഈ കല്യാണ സമയം എന്ന് പറയുന്നത് ഭയങ്കര ഗ്രഹപ്പഴ പിടിച്ച സമയമാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇങ്ങനെ ഓടിയെടുത്ത് ബഹളം ഉണ്ടാക്കുന്നത് എവിടെയെങ്കിലും പോയി ചോദിച്ചേ. പോടാ ജമ്പറേ. നമുക്ക് ബുദ്ധി കുറവാണെങ്കിൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പോട്ടെ മെമ്പറെ, സുഖമില്ലാത്ത കുട്ടിയല്ലേ, അത്ര കാര്യമാക്കുക. എന്നാലും ഒരു പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ അപമാനിക്കാം. കൊല നിന്റെ വാ. എടുക്കല്ലേ ഓച്ചേ, കറിക്കുള്ളതാ. ഈ കൊച്ചിന്റെ കാര്യം ഇനി എന്താവോ എന്തോ. എന്താവാനാ? മര്യാദക്ക് നിന്നില്ലെങ്കിലേ വരുന്നവളുമാര് മുറിയിലിട്ട് പൂട്ടും, അത്ര തന്നെ. ഇതിനെ കൂടി ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയാ മതിയായിരുന്നു. എന്റെ കാർത്തിയാനിയേച്ചി, നടപ്പുള്ള കാര്യം പറ. കുഞ്ഞുറുമ്പിന്റെ അത്രയും ബുദ്ധിയുള്ളൊരു കൊച്ചിനെ ആർക്ക് വേണം? ആനത്തലയോളം പൊന്നു കൊടുക്കാന്ന് പറഞ്ഞാലും ആമ്പിള്ളേര് വരുവോ? കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുട്ടിമണി കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. കുട്ടിമണി, നീ അറിഞ്ഞോ? നാളെ 2 സുന്ദരികൾ വരുന്നുണ്ട് ഇങ്ങോട്ട്. നിന്നെ ഇനി ഏട്ടന്മാർക്ക് വേണ്ട, അവരെ മതി. എന്റെ വാസന്തി, നിനക്കിത് എന്തിന്റെ കേടാ? ആ കൊച്ചിന്റെ സ്വഭാവം നിനക്ക് അറിയാൻ മേലേ? എന്തൊരു ബലവാ കൊച്ചിന്. 6 വയസ്സിന്റെ ബുദ്ധിയുള്ളെങ്കിലും ആനയുടെ ഉശിര. ഓ, എന്നാ ഇനി സദ്യക്കലയില്ല എന്നുള്ള പരാതി വേണ്ട. അങ്ങോട്ട് എന്താ ഒരു ഉഷ്ണം, വെളുപ്പാൻ കാലത്ത് ഒടുക്കത്തെ മഞ്ഞ്. ബാലന്റെ രവി എന്തേടി? അതുകൊള്ളാം. കുറുപ്പേട്ടന്റെ വെളിവൊക്കെ പോയോ? ബാലന്റെ രവിയും കൂടി ബാലന്റെ പെണ്ണിന്റെ വീട്ടിൽ പോയിരിക്കല്ലേ മന്ത്രോടി കൊടുക്കാൻ. അത് ഞാനങ്ങ് മറന്നുപോയി. എങ്ങനെ മറക്കാതിരിക്കോ? ആങ്ങളെ ഇപ്പൊ നിലത്തൊന്നും അല്ലല്ലോ. അതെ അതെ, കുറുപ്പേട്ടൻ സന്തോഷം കൊണ്ട് അങ്ങ് ആകാശത്താ. ഒറ്റയടിക്ക് നാളെ 2 മരുമക്കളുടെ അമ്മയച്ഛനാവാൻ പോവുകയല്ലേ. പിന്നല്ലാതെ അടുത്ത കൊല്ലം ഒറ്റയടിക്ക് 2 പിള്ളേരുടെ മുത്തശ്ശൻ. അതെ അതെ. അല്ലേ ചേച്ചിയെ, രവിയുടെ പെണ്ണിന് പുടവ കൊടുക്കണ്ടായോ? അത് ഇന്നലെ കൊടുത്തു. മതികലയുടെ ബന്ധുക്കളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അവർക്ക് രവിയെ കാണുകയും കൂടി വേണമായിരുന്നു. കുട്ടിമണി എന്തേടി? ബേഹളം കേട്ടില്ലേ? കളി തന്നെ കളി. അവള് കളിച്ചോട്ടടി, മൂപ്പ് പോരാൻ തോന്നുന്നു. നീ ഒന്ന് പോയേച്ചു. ഇവിടെ ഭംഗിയായി വെച്ചോണ്ടാക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങൾക്കറിയാം. വിയർപ്പൊന്ന് ഒതുക്കിയിട്ട് മേല് കഴുകണം. നീ ഇച്ചിരി വെള്ളം കോരി മടപ്പുരയിലേക്ക് വെച്ചേക്ക്, ഞാനൊരു വെറ്റ ചേർക്കട്ടെ. അതെ, വെറ്റില മുറുക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ, പിള്ളേരറിയണ്ട. എനിക്ക് കുറുപ്പേട്ടോ,
എന്റെ സ്വന്തം കുടുംബത്തിലെ കല്യാണത്തിന് പോലും ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോ ഈ ഉപകാരം ഒന്നും മറന്നു കളയരുത്. എന്താ സംശയം? അങ്ങോട്ടുണ്ട്, അവിടെ അവിടെ അതങ്ങോട്ട് മാറ്റി. അനിക്ക് താ. കൊച്ചേട്ടോ, പൂമാലകൾ രാവിലെ 6:30 തന്നെ കിട്ടും. വണ്ടികളും 6 മണിക്ക് വരും. ആ, നീ പോയി വല്ല കാപ്പി എടുത്ത് കുടിക്കോ? മതി. പകല് മുഴുവൻ കിടന്ന് ഓടുമല്ലായിരുന്നോ? ചേച്ചേ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇങ്ങെടുത്തേ. താ കുട്ടിമണി, എനിക്ക് താ. തോറ്റെന്ന് സമ്മതിച്ചോ? കേറിപ്പോരെ കേറിപ്പോരെ. അച്ഛേ അച്ഛേ അച്ഛ കുട്ടിമണിയോട് പിണങ്ങി ഒളിച്ചിരിക്കുവാണോ? കേറി വാ. ഒത്തിരി നേരം വെള്ളത്തിൽ കിടന്നാലേ പനി വരുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. വാ അച്ഛേ. അച്ഛേ അച്ഛേ, കുട്ടിമണിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. തങ്കമണി അതങ്ങോട്ടെടുത്ത് മാറ്റി. ഓ, ഈ പെണ്ണ് മനുഷ്യനെ കൊല്ലുവല്ല. ഇതെങ്ങോട്ടായി തള്ളിപ്പൊളിച്ച് ഓടുന്നത്? എവിടെങ്കിലും പോയി അടങ്ങി ഇരുന്നൂടെ അതിന്? എന്റെ കുട്ടിമണി, നീ എവിടെങ്കിലും പോയി നടങ്ങിയിരിക്കേ. അച്ഛ അപ്പുറത്തുണ്ട്. വീട് തിന്നു. എവിടെങ്കിലും പോയി കഴിക്കും. ഓടി പാഞ്ഞോടുന്ന എങ്ങനെ തട്ടിമറിഞ്ഞ് വീഴല്ലേ. കുട്ടിമണി വാ, അടുത്ത കളി തുടങ്ങാൻ പോവാ. ചേച്ചി, കൊച്ചേട്ടൻ എന്തിയെ? ആ, വെറ്റ ചവയ്ക്കാനെന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയല്ലോ. അയ്യോ, വെള്ളം കോരി വെക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഞാനതൊക്കെ മറന്നു. ആ ദേവി, അടുപ്പിലിരിക്കുന്ന തോരൻ കരിയാതൊന്ന് നോക്കിയേക്കണേ. ശരി ശരി. രണ്ടു മക്കളുടെ കല്യാണം ഒരുമിച്ച് നടക്കാൻ പോവല്ലേ? ഓ, ഈ നേരമില്ലാത്ത നേരത്തെ അവൾ അതും തള്ളി താഴെ ഇട്ടു. ചുമ്മാ അതല്ല പെണ്ണ് സപ്പോർട്ടിന് അച്ഛയെ തിരക്കി വന്നത്. എടീ കുട്ടിമണി, കുട്ടിമണി. പെണ്ണ് എവിടെ പോയി? ഗോപിയെ, ഒന്നിങ്ങ് വന്നേ. എന്നതായി ചേച്ചി? ഈ കുട്ടിമണിയെ കൊണ്ട് ഞാൻ തോറ്റു. വൈകുന്നേരം മോട്ടോർ കേടാക്കി. ഇപ്പൊ ഇതേ തൊട്ടി കിണറ്റിലിട്ടേക്കുന്നു. ഒന്നെടുത്ത് തന്നെ. മോട്ടർ നന്നാക്കാൻ ദേ ആളിപ്പോ ഇങ്ങെത്തും. എന്തായാലും ഒരു കാര്യം ചെയ്യും. ഇച്ചേച്ചി എന്നാ ടോർച്ച് ഞാൻ ഇപ്പൊ എടുത്തിട്ട് ഞാനൊന്ന് നോക്കട്ടെ. നിക്കേ. പോവാണോ? ഞാൻ പോവാ. എന്നാ ശരി. ഞാൻ ഇറങ്ങി. എന്താ ചെയ്യാ? ഇതാ ഗോപി. ആ, അയ്യോ കുറുപ്പേട്ടൻ. എന്താ എന്താ ഗോപി? ദേ, അയ്യോ ദൈവമേ, താത്തൂനെ, ഓടി വരണേ. മെമ്പറേ, ഒന്ന് ഓടി വാ. ഒന്ന് പെട്ടെന്ന് പോ മെമ്പറേ. അയ്യോ, എല്ലാരും ഒന്ന് ഓടി വാ. ദേ, കിണറ്റിൽ നോക്ക്. ഗോപിയേ, എന്നതാടാ? മെമ്പറേ, ദേ, കൊച്ചേട്ട കിണറ്റില്. ഒരു കയറ് കസേര ഇങ്ങെടുത്തോ. എടുത്തോട്ടോ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ആരെങ്കിലും ഒന്ന് ഇറങ്ങാൻ നോക്കും. പെട്ടെന്ന് ഇറങ്ങ ഇറങ്ങ.
ഇവരെ കൊണ്ടുപോകും അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങോട്ട് നിൽക്കരുത്. സൈഡ് കയറ്റിക്ക്. ആരെങ്കിലും വണ്ടി ഇറക്കാൻ പറ. ശശി വണ്ടി എടുക്കടാ. ഡോർ തുറക്ക്. തല പേടിക്കണ്ടേ ചേച്ചി, ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ അങ്ങ് പിറകെ വന്നാ മതി. രാമേട്ടാ, ബാലനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണേ. ഞങ്ങള് സ്നേഹത്തിലേക്ക് പോവാം. വണ്ടി എടുക്ക്. അയ്യോ, എന്റെ ഭർത്തിക്കാവിലമ്മേ, എന്റെ അച്ചോട്ടനൊന്നും വരുത്തല്ലേ. അമ്മ അച്ഛ എവിടെ അമ്മ കൊണ്ടുപോയ? അച്ഛൻ എന്തൊന്നും മിണ്ടാതെ പോയ? എന്റെ പൊന്നു മോളെ, അച്ഛൻ കിടത്തി വീണടി. അയ്യോ, അതിന് അമ്മ കരയുന്ന എന്തിനാ? ഞാനും അച്ഛൻ ഇവിടെ കളിച്ചല്ലേ. കളിച്ചതോ? ആ, ഞാൻ പക്ഷെങ്കിൽ പതുക്കെ തള്ളിയുള്ളൂ. അയ്യോ മഹാദേവാ, ഈ നാശം പിടിച്ചവൾ എന്നതാ ചെയ്തത്? കളിച്ച് കളിച്ച് നീ തത്തയ്ക്ക് വാങ്ങിക്കറിയിട്ടോടി, കളിച്ച് തല്ലിട്ട് കൊല്ലോടി നീ. അയ്യോ നാത്തൂനെ, ഒന്നും പറയില്ലേ. ദൈവത്തെ ഓർത്ത് ആരും ഒന്നും അറിയില്ലേ. ബാലനും രവിയൊക്കെ അറിഞ്ഞ ഇവളെ വെച്ചേക്കത്തില്ല. മോളെ ന്യായീകരിക്കണോ നീ? കിണറ്റി തള്ളിയിടണമെന്ന് അറിയാനുള്ള ബുദ്ധി അവക്കില്ലാഞ്ഞിട്ടാണോ? അയ്യോ നാത്തൂനെ, ഞാൻ കാല് പിടിക്കാം, ആളുകൾ കേൾക്കും. ദണ്ണുണ്ടടി എനിക്ക്, ദണ്ണം. നാത്തൂനെ, പുന്നാരി ചെറിക്കാതെ നീ ഇറങ്ങാൻ നോക്കൂ. ഓ ദൈവമേ, എന്റെ അച്ഛനൊന്നും എവിടേക്ക്? ഇനി ആശുപത്രി വന്ന് അവിടെ കൂടെ നാശോപ്പിക്കാനോ? അപ്പച്ചമ്മ, എനിക്ക് പേടിയായിട്ട് അപ്പച്ചമ്മ. പച്ചിയമ്മ ഒന്ന് മിണ്ടരുത്. അയ്യോ, അവള് കൂടി വന്നോട്ട് നാത്തൂനെ, ഞാൻ നോക്കിക്കോളാം. വാ മോളെ. എന്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അച്ഛൻ എന്താ അമ്മ പറ്റിയേ? എന്താ അപ്പച്ചി? അതെ, കിണറ്റിന്റെ മതിലേ ഇരുന്നപ്പോഴേ കിണറിന്റെ മതിലിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും. ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ മൊത്തം ഉറക്കളപ്പായിരുന്നല്ലേ അച്ഛൻ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? ആ, അച്യുതക്കുറുപ്പിന്റെ മക്കളാ അച്ഛന്. ഏയ്, നത്തിങ് ടു വറി. എന്നാലും 2 ദിവസത്തേക്ക് ഒബ്സർവേഷനില്ല. അയ്യോ, 2 ദിവസത്തേക്കോ? അപ്പൊ ഇന്ന് വീട്ടിൽ പോകാൻ പറ്റത്തില്ലയോ ഡോക്ടറെ? നാളെ മക്കളുടെ കല്യാണോ? എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. 2 ദിവസം കിടന്നേ പറ്റൂ. നോക്കട്ടെ, നാളെ വൈകിട്ട് പറയാം. ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, കേറി കണ്ടോളൂ. സെഡേഷൻ കൊടുത്തിരിക്കുക, അതുകൊണ്ട് നല്ല ഉറക്കമാ. വിളിക്കണ്ട. ശരി ഡോക്ടർ. ശരി അമ്മേ, ഞാനൊന്ന് വാ. അച്ഛ കുട്ടിമണിയോട് പണങ്ങി കിടക്കുവാണോ? ഞാന് വെറുതെ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ മോളെ? അച്ഛ ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട. അമ്മേ, ഒന്ന് വന്നേ. അച്ഛ
എന്താ എന്താ മക്കളെ, എന്തിനാ വിളിച്ചത്? അല്ലമ്മേ, ഏട്ടൻ ചോദിക്കുമായിരുന്നു എല്ലാവരെയും അറിയിക്കണ്ടെന്ന്. ഇനിയിപ്പോ കുറച്ച് സമയമല്ലേ ഉള്ളൂ. എന്തറിയിക്കാൻ? അല്ല, കല്യാണം മാറ്റിവെച്ച കാര്യം. കല്യാണം മാറ്റിവെക്കാനോ? അല്ല, അച്ഛനിങ്ങനെ കിടക്കുമ്പോ ഞങ്ങളുടെ കല്യാണം നടത്താവോ അമ്മേ? നടക്കണം, നടന്നേ പറ്റൂ. അമ്മേ, അതെ, അമ്മ തന്നെയാ പറയുന്നത്. നാളെ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ കല്യാണം നടന്നിരിക്കണം. അമ്മേ, വേണം മോനെ. അകത്ത് കിടക്കുന്ന ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ കല്യാണം. എനിക്കുറപ്പാ, ഈ മയക്കത്തിലും ആ മനുഷ്യന്റെ മനസ്സിൽ നിങ്ങളുടെ കല്യാണം തന്നെയാ. നാളെ കണ്ണു തുറക്കുമ്പോ അച്ഛൻ ആദ്യം ചോദിക്കുന്നത് അത് നടന്നു എന്നാവും. ഇല്ലാന്ന് പറഞ്ഞ ആ മുഖത്തെ സങ്കടം കാണാൻ എനിക്ക് വയ്യ. അമ്മേ, പക്ഷേ ഒരു പക്ഷേയും ഇല്ല. അച്ഛന്റെ വാക്കുകൾ അമ്മ പറയുന്നെന്ന് കരുതിയാ മതി. നാളെ നിങ്ങളുടെ കല്യാണം നടക്കും, നടന്നിരിക്കും. തൽക്കാലം ആരും ഒന്നും അറിയുന്നുമില്ല. ഈ കല്യാണം മാറ്റിവെക്കുന്നുമില്ല. ഇനി ഈ കാര്യം നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പച്ചി, അത് ശാരദ പറഞ്ഞതാ മക്കളെ ശരി. നാളെ കല്യാണം നടക്കണം. എന്റെ അച്ഛന് വേണ്ടി അത് നടന്നേ പറ്റൂ. നാത്തൂന്റെ തീരുമാനമാ ശരി. നാത്തൂൻ നാളെ അവിടെ നിന്ന് കല്യാണം നടത്തണം. ഞാൻ നിന്നോളാം ഇവിടെ. ഞാനും നിന്നോളാം അച്ഛടെ. എന്തിന് ഇനി ഇവിടെ കൂടെ? മൂക്ക് കാണണ്ടേ വല്യേട്ടന്റെയും കുഞ്ഞേട്ടന്റെയും കല്യാണം? കാണണം, എന്നാലും ഞാൻ അച്ഛടെ അടുത്ത് നിന്നോളാം. എനിക്ക് പായസം കൊണ്ടുവന്നാ മതി. എന്നാ പിന്നെ കുട്ടിമണി ഇവിടെ നിക്കട്ടെ നാത്തൂനെ. ആ ഒരു കണക്കിന് അതാ നല്ലത്. അച്ഛന്റെ അനുഗ്രഹം മേടിക്കും മക്കളെ. ഇനി മാലിടാം. അതെ, പയ്യന്മാരുടെ അച്ഛൻ ആശുപത്രിയില്ല. എന്തു പറ്റിയതാ? കിണറ്റി വീണതാണെന്നാ കേട്ടത്. ശോ, കഷ്ടായല്ലോ. എന്നിട്ടെന്തായി? കൂടുതലൊന്നും അറിയത്തില്ല, എല്ലാം ഒതുക്കത്തി വെച്ചേക്കുക. പിന്നെ ഇന്ന് വല്യേട്ടന്റെ കുഞ്ഞേട്ടന്റെ കല്യാണമായിരുന്നു അച്ഛൻ. ഞാൻ പോയില്ല. ഞാനേ അച്ഛൻ്റെ അടുത്ത് നിന്നോളാന്ന് പറഞ്ഞു. ഞാനും അച്ഛക്കുള്ള പായസം അമ്മ കൊണ്ടുവരും. അച്ഛൻ എന്താ അച്ഛൻ മിണ്ടാത്ത? കുട്ടിമണിയോട് കട്ടീസാണോ? അച്ഛൻ കുട്ടിമണിയോട് പിണങ്ങല്ല അച്ഛൻ. ഞാൻ പതുക്കല്ല തള്ളിയുള്ളൂ. അച്യുതാ, പെങ്ങളെ, എന്റെ മഹാദേവ, നീ കാത്തല്ലോ. അച്യുതാ, വിഷമം വല്ലതും ഉണ്ടോ? വെള്ളം വല്ലതും തരട്ടെ? ഞാൻ ഓറഞ്ച് തരട്ടോ? ഓറഞ്ച് ഓറഞ്ച്. അച്യുതാ, ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അച്ഛൻ ദേ ഈ അപ്പച്ചമ്മ ഉണ്ടല്ലോ, എന്നെ ഒത്തിരി ഒത്തിരി വഴക്ക് പറഞ്ഞു. പെങ്ങളെ, എൻ്റെ കൊച്ചിന് ആരും ഒന്നും പറയല്ലേ. അവളെ നോക്കിക്കോണേ. ഫസ്റ്റ് കിണറ്റി വീണിട്ട് നീ പഠിച്ചില്ലല്ലേ? പിന്നെ പെണ്ണിന് ന്യായീകരിക്കുകയാണോ? ഇവക്കിനി എന്ന് ബോധം വരാനാ എന്റെ അച്യുത? ഇതിപ്പോ ദൈവം കാത്തു. വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ?